അപ്പോൾ രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരാറ്. അപ്പോൾ നമുക്ക് എന്താ ഐസോമോർഫിസം എന്ന് നോക്കാം. The simple graph G1 and G2 are isomorphic if there exists a one-to-one function and onto function f from V1 to V2 with the property that A and B are adjacent in G1 if and only if f of A and f of B are adjacent in G2 for all A and B in V1. Such a function f is called isomorphism. ഐസോമോർഫിക് അല്ലാത്ത ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ ഐസോമോർഫിക് ഗ്രാഫ് എന്ന് വിളിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കി, ഷോ ദാറ്റ് ദ ഗ്രാഫ് ജി ആൻഡ് എച്ച് ആർ ഐസോമോർഫിക്. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ട് നോക്കുക. എത്ര വേർട്ടെക്സ് ഉണ്ട്? 4 വേർട്ടെക്സ് ഉണ്ട്. എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ട്? എഗെയിൻ 4 വേർട്ടെക്സ് ആണുള്ളത്. അപ്പോൾ ജിയിലെയും എച്ചിലെയും നമ്പർ ഓഫ് വേർട്ടെക്സ് എന്താണ്? ഈക്വൽ ആണ്. ഇനി നമ്പർ ഓഫ് എഡ്ജസ് ഒന്ന് നോക്കി, 4 ആണ്. എച്ചിൽ എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഉള്ളത്? 4 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസും ഈക്വൽ ആണ്. പിന്നെ എന്ത് നോക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വേർട്ടെക്സ് എടുത്ത്, ഇപ്പോൾ ജിയിലൊരു വേർട്ടെക്സ് U1 എടുത്താൽ നമുക്ക് U1 സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ന് വെച്ചാൽ U1നുള്ള ജിയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ U1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേർട്ടെക്സ് നമുക്ക് എച്ചിൽ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ജിയും എച്ചും ഐസോമോർഫിക് ആണെന്ന് പറയാൻ പറ്റൂ. ഇപ്പം നമ്മൾ U1 എടുത്ത് വിചാരിക്കും. ജി എന്ന് പറയുന്ന വേർട്ടെക്സിൽ U1ലേക്ക് എത്ര എഡ്ജ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്? 2 എഡ്ജ് ഇൻസിഡൻ്റ് ആയിരിക്കുന്നത്. അത് ഏതിലോട്ടാണ്? ഏത് വേർട്ടെക്സിലോട്ടാണ്? U2 U3 ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ U1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് V1 എടുക്കാം. കാരണം V1 എന്ത് തന്നെയാണ് വരുന്നത്? 2 വേർട്ടെക്സ് തന്നെയാണ് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നത്. ഇനി U2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റുക? U1 അഡ്ജസൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ വേർട്ടെക്സാണ്? U2 U3 ആണ് അഡ്ജസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ U1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ V1 ആണ് എച്ചിലെടുത്തതും. പക്ഷേ ഈ U1 U2 കറസ്പോണ്ടൻ്റ് ആണ്. അപ്പോൾ V1 അഡ്ജസൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഏത് വേർട്ടെക്സിലോട്ടാണ്? V2 പറ്റുമോ? U2 കറസ്പോണ്ടിങ് നമുക്ക് V2 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? V1 നിന്ന് V2 എഡ്ജില്ല. U1 V1 ഏകദേശം ഈക്വൽ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ U1 നിന്ന് U2 U3 എഡ്ജ് ഉണ്ട്. പക്ഷേ V1 എങ്ങോട്ടില്ല? V2 V3 V2 ഇല്ല. അപ്പോൾ നമുക്ക് U2 V2 ഈക്വലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ U2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് എടുക്കാൻ പറ്റൂ? V4 എടുക്കാൻ പറ്റൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതേപോലെ തന്നെ U3 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതാ എടുക്കാൻ പറ്റുക? U3 2 എഡ്ജ് വരുന്നുണ്ട്. എന്നൊക്കെയാണ് U1 നിന്നും U4 നിന്നുമാണ്. ഇവിടെ ഇപ്പോൾ U3 കറസ്പോണ്ടിങ് നമുക്ക് V3 എടുക്കാം. കാരണം V3 അതിലോട്ടും എഡ്ജ് വരുന്നത് V1 നിന്നും V2 നിന്നും വരുന്നുണ്ട്. 2 നിന്ന് വരുന്നുണ്ട്. അപ്പോൾ U4 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? V2 എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം ഇങ്ങനെ എടുത്താൽ നോക്കിയേ, U1 V1. അപ്പോൾ U1 U2 U3 എഡ്ജ് വരുന്നുണ്ട്. V1 ഏതൊക്കെ എഡ്ജ് വരുന്നത് നോക്കിയേ. V1 U2 U3 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഏതാ എടുത്തത്? V4 V3. V4 നിന്നും V3 ആയിരിക്കും ഏതിലോട്ട് എഡ്ജ് വരുന്നത്? V1 വരുന്നത്. അങ്ങനെ നമുക്കൊരു 1-to-1 കറസ്പോണ്ടൻസ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. ഡിറ്റർമിൻ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് പറയുന്നത് ഐസോമോർഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഡിറ്റർമിൻ വെദർ 2 സിമ്പിൾ ഗ്രാഫ് ആർ ഐസോമോർഫിക്. എ പ്രോപ്പർട്ടി പ്രിസർവ് ബൈ ഐസോമോർഫിസം ഓഫ് ഗ്രാഫ് ഈസ് കോൾഡ് ഗ്രാഫ് ഇൻവേരിയൻറ്റ്. ഫോർ എക്സാമ്പിൾ two graphs